ഹായ് ഗൈസ്. ഞങ്ങള് ആഗ്ലി ഗൂഗിളി പറഞ്ഞ ഞാൻ ആലോചിക്കട്ടെ. അടിപൊളി പള്ളി. ഒറ്റക്കോ പറഞ്ഞു തുടങ്ങാം. 8 പൊറാട്ട. നല്ല വെയിലാണ് ഗൈസ്. ഇപ്പോൾ ടൈം ഉച്ചക്ക് 1:30 ഈ ടൈമിലൊന്നും ആരും വരരുത്. ഞങ്ങളെ പോലെ പൊട്ടന്മാർ മാത്രമേ വരുള്ളൂ. ഹായ് ഗൈസ്. ഞങ്ങളിതാ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോർപ്പക്കാൻ. അതെ, കോർപ്പക്കാനിലോട്ട് പോവാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കായി ലല്ലൂസിനെ ബന്ധപ്പെടുക. പറയോ വിശദാംശങ്ങൾ ക്ലിയർ ആക്കി കൊടുത്താ. അതായത് ഓടിച്ചു ഓടിക്കുന്നു. ഏകദേശം 2.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആഗ്ലി ഗൂഗിളി പറഞ്ഞ ഞാൻ ആലോചിക്കട്ടെ. ഞാൻ ഞങ്ങൾ വരില്ല. അപ്പൊ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല. ഹായ് ഗൈസ്. ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു എന്ന് പറയാനായിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് പോകും. രാത്രി 10 മണിയായിക്കണ്. 10 മണിക്കാണ് നമ്മൾ 10 മണിക്കാണ് നമ്മൾ കോർഫക്കാനിലോട്ട് പോകുന്നത്. ഇനി കുറച്ച് ലല്ലൂസിന്റെ കലാവിരുതുകൾ കാണാം. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ഇതാ യാത്ര പോവുകയാണ്. ഡ്രൈവർ സ്കൾബറിന് എന്താണ് പറയാനുള്ളത്? നല്ലൊരു യാത്രയാണ്. Chief Minister of Tamil Nadu, Mr. Stalin. Mr. Stalin is independent and will not be pressurized. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പള്ളിയിൽ കയറി ഫ്രഷ് ആയിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു സ്ഥലം എത്തിയിട്ടുണ്ട്. അവിടെ കാണിച്ചു തരാം. ഇറങ്ങാനും പറ്റണേ, തള്ള അവിടെ ഇരിക്കണോണ്ട്. അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഗായ്സ് ഈ പള്ളിയിലോട്ടാണ്. അടിപൊളി പള്ളി. അടിപൊളി നല്ലൊരു നല്ലൊരു കിണറൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല ഗായ്സ്. ആശുപത്രിയൊക്കെ നടന്നുകൊണ്ടല്ല അടിപൊളി സ്ഥലമാണിത്. ഞങ്ങളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ അടിപൊളി വ്യൂ ആണ്. എൻട്രൻസ് ക്ലോസ്ഡ് ആണ് ഗൈസ്. ഞാൻ ജസ്റ്റ് നടന്നു പോയി നോക്കാം എന്താ അവർ പറയണതെന്ന് അറിയില്ല. നോക്കട്ടെ. ഐ തിങ്ക് ക്ലോസ്ഡ് തന്നെയാണ്. പോകാൻ പറ്റത്തില്ല. കേട്ടോട്ടെ. നടന്നൂറ് നമുക്ക് ഇങ്ങനെ പോയി നോക്കാം ഗായ്സ്. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ആ കണ്ടില്ല, ആ മലേൻ്റെ മുകളിൽ കയറാം. അതാണ് ഇവിടുത്തെ കോട്ട. ആ കോട്ടയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് പള്ളി. പഴയ എത്രയോ വർഷം പഴക്കമുള്ള പള്ളിയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിണറൊക്കെ ഉണ്ട്. ഓക്കെ, വെച്ച് ഇങ്ങനെ വീഡിയോ എടുത്താൽ പോലെ. ഇത് രസമുണ്ടല്ലോ അല്ലേ?
ഇത് നമ്മൾ പള്ളിയിലോട്ട് നടന്നു പോവുകയാണ്. പള്ളീൻ്റെ ഉള്ള അടിപൊളിയാണ്. ഇതാണ് ഈ പള്ളീൻ്റെ ചരിത്രം. Al-Bidya Mosque is the oldest extant mosque in the United Arab Emirates, which continue to observe this day. പള്ളിൻ്റെ എൻട്രൻസ് ഇതാണ്. എനിക്ക് ഇവിടെ ഒരു കിണറുണ്ട്. ഇത് എത്രയോ വർഷം പഴക്കമുള്ള കിണറാണ്. വെള്ളം ചെറുതായിട്ടുണ്ട്. പഴയ മറ്റേ തൊട്ടിയൊക്കെ ഉള്ള സാധനങ്ങളാണിത് ഗൈസ്. ഇതാണ് ഗൈസ് എൻട്രൻസ്. ഇതാണ് പഴയ പള്ളി. ഇവിടെ മുസല്ലിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓപ്പണാ. കയറിക്കോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? മാഷാ അല്ലാഹ്, നല്ല സ്മെല്ലില്ലേ. അസ്സലാമു അലൈക്കും. ലൈറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഉള്ളൊരു ഇരുട്ട്. നിസ്കരിക്കുന്നുണ്ട്. ജമാഅത്തൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഒന്നും കാണൂല, ഇരുട്ടായില്ലേ. അതെ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്വിച്ച് എവിടെ നിന്ന് അറിയില്ല. പഴയ ഒരു സ്ട്രക്ചർ. വെള്ളം കുടിക്കാൻ പോണതാണ്. ലൂജേ ലൂജേ അത് തോന്നുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് കയറി ടാപ്പിലെത്താനുള്ള ഗൈസ്. അടിപൊളി സ്ഥലം. സൺറൈസ് നമ്മൾ കാണാൻ പോവാണ്. ഇവിടെ നമുക്ക് സൺറൈസ് കാണാം അല്ലേ?
Yes, guys. അങ്ങോട്ട് പോവാം നമുക്ക്. സിന്ധേനെ ഞെട്ടി നിക്കാടി. എന്നാ ഇവിടെ സംഭവിക്കണേ? ഇതിനുള്ളൊക്കെ നമുക്ക് കയറാൻ പറ്റൂല, ഇതൊക്കെ ക്ലോസ്ഡാണ്. ഇവിടൊക്കെ എന്തൊക്കെയാ ഫാമാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ആ ഒട്ടകതാ ഒട്ടകുണ്ട് ഗായ്സ് ഇവിടെ. ഇത്ര സൂം ആവുള്ളൂ. കുഞ്ഞൊട്ടകൊക്കെ ഉണ്ട്. ആ ഒറ്റക്കോ എന്താണ് അവിടെ ലലിസ? ഒറ്റക്കാനത്തെ അപ്പുറത്ത് കോട്ടൻ്റെ അടുത്തേക്ക് പോവാം. മോർണിംഗ് ഈ സമയം ആയതുകൊണ്ട് ആരും ഇല്ലാത്തത് ഇട്ടാ. ആട് വളരുന്നുണ്ട് തോന്നുന്നു ഇവിടെ. ആടിന്റെ സ്മെല്ലുണ്ട്. ആ ഇവിടെ തന്നെ സ്റ്റെപ്പ് കയറി പോകണം. കോട്ടയ്ക്ക് എത്തി. ഇവിടെ ഫുൾ മലകളാണ്. മലൻ്റെ വ്യൂ തന്നെയാട്ടോ ഫുള്ള്. ഒരെനിക്ക് ഈ നേരത്തെ ഇറങ്ങണ തന്നെ നല്ലത്. എത്തി ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടുന്ന് ഇതൊക്കെ ഫാമുകൾ തന്നെയാണ്. എന്തിൻ്റെയൊക്കെയോ ഫാമുകളാണ്, കറക്റ്ററിയില്ല. ഇതാണ് നമ്മൾ അവിടുന്ന് കണ്ട കോട്ട. അതാ മറ്റേ കോട്ട. ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ബീച്ചിൻ്റെ നമുക്ക് കുതിര എവിടെ? കാക്ക അതവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് ഇതൊക്കെ എന്താ? സൺറൈസ് ആയി ഗൈസ്. എവിടെ? ആ ഒന്നതാ വരുന്നേ. അവിടൊക്കെ ഉണ്ടല്ലേ, ഇപ്പൊക്കെ വരുന്നുണ്ട്. നമ്മള് വണ്ടി പാർക്ക് ചെയ്തിങ്ങനെ ഇവിടെയാണ്. നോക്കണത് എവിടെയാണ് കുതിര ഗൈസ്. നമുക്ക് പോന്നാ. ഇവിടെ എത്ര വ്യൂ ഉള്ളൂ. ഹായ് പറഞ്ഞ ഇത് നമ്മളിവിടെ കയറിയിട്ടുള്ള. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റുള്ളൂ. ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. പൊളിഞ്ഞാടാനായിട്ടുണ്ട് ഏകദേശം ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ബൈ ബൈ പറയാണ്. അവിടെ നിൽക്ക്. ബൈ ബൈ ബൈ. ഇനി നമ്മൾ പോകാൻ പോണത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ 6 മണി ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് വേട്ടവളിയത്തിൻ്റെ കൂടെ. ഇവിടെ ഫേമസ് നാസർ റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം. തന്നില്ലേ വിശപ്പകറ്റാൻ ഭക്ഷണം വാങ്ങാൻ പടമില്ല, എന്നാൽ സൗജന്യമായി കഴിച്ചുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ സമ്മാനമാകുന്നു. വാവ്, നല്ല ഗുഡ് തീമാണ് ഇവർക്ക്. ഇവർ നല്ല ആൾക്കാരാണ്. ഐ ലൈക്ക് ഇറ്റ്. ലലിസ് പേരുണ്ട്. ലലിസ് ഓടി വാ. ലലിസിനെ കൊണ്ടാവാത്തതിന്റെ പരിഭവം കാണിക്കാണ് ലലിസ്. ഓക്കെ, നമുക്കൊന്ന് കൈ വെക്കാം. ഇനി ഫുള്ള് നോട്ടാ. ഇത് സ്റ്റോപ്പ് ഉണ്ട്. ഇതിവിടെ ഇരുന്നു ഗൈസ്.
അത് സാധനങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങാം. 8 പൊറാട്ടയും മറ്റാള് പോയി, എടുക്കുന്ന ആള് പോയി ഗൈസ്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഉള്ളിയും തക്കാളിയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. പ്ലേറ്റ് അത് ഇതെന്തോ സാലിനാണ്. നായകൻ കടന്നു വരുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് പറയും. കാക്ക കഴിച്ചു. ടേസ്റ്റ് നോക്കുന്നുണ്ട്. ആണ് ഗൈസ്. ഇത് മാമി തിന്നുന്ന ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് ഞാനും ഫുഡ് കഴിക്കാൻ നിൽക്കും. എടി ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തിന്ന്. വെള്ളം കുത്തൽ കഴിയുമ്പോഴത്തേന് നമുക്ക് ചന്നാദാൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അവിടെയും ഇവിടെയും ഇവിടെയും ലല്ലൂസിന് നമ്മൾ ഫുഡ് കൊടുക്കുകയാണ്. ലല്ലൂസിന്റെ ഫുഡ് കാണിച്ചു കൊടുക്കുക. ഹീറോ ബേബി, ലല്ലൂസ് ഹീറോ ആണ്. സോ അതുകൊണ്ട് അങ്ങനെ ഹീറോ ബേബിന്റെ ഫുഡ് കൊടുക്കണേ. ഹി ലൈക്സ് കൊടുത്ത ഇവിടെ ക്യാമറ വെക്കണം. കുഞ്ഞു കുഞ്ഞാണ്. ലല്ലൂസിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ക്യാമറ മറിഞ്ഞു പോയി. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. കണ്ടൊക്കെ പോണ്. ആ ബോട്ടിംഗ് ഉണ്ട് താഴത്ത്. എത്ര രൂപ ആവല്ലേ ബോട്ടിംഗ് കയറിയാലോ? അറിയന്നെയാണ്. വെള്ളം കണ്ട ചിലപ്പോ മറക്കി നിൽക്കും. അതിനാവും കരച്ചില് തന്നെ ഇറക്കാത്ത തന്നെ. ആരെയും കിട്ടുന്നു. നല്ല അടി. ൂന്നാ ഊരണ്ട ആവശ്യമില്ലല്ലോ. എന്താ എത്രയാണ്? കേട്ടിക്കണ് കല്ലൂസേ.
ആൾക്കാർക്ക് കുറച്ച് ബുദ്ധി ഉണ്ട്. വീൽ ചെയറിലുള്ള ആൾക്കാർ കിടന്നു. ആൾക്കാർ ആരെങ്കിലും ഞാൻ ഇവിടുന്ന് പിടിച്ചോളിട്ടാ അടുക്ക ഇറക്കണ്ട ഇവിടെ. കുഞ്ഞു കുഞ്ഞു പരലുകളുണ്ട് ഇതില്. കണ്ടോ? പരലുണ്ട് അത്ര. മീനാണ് ഫുള്ള്. നാട്ടത്തെ മറ്റേ പൊരിക്ക് കുട്ടി കാല് പിടിച്ചിട്ട് അങ്ങോട്ട് വന്ന അടിപൊളി കോഴി പോലത്തെ ചിക്കൻ കണ്ടു. അതെ കാക്കങ്ങോട്ട് വായോ. അപ്പൊ വല്ലപ്പതിന് ഇവിടൊക്കെ കാണണ്ടേ. വരണ്ട അവിടെ മൾബറി അല്ല. മൾബറി ഇങ്ങനെയല്ല ചെടി. എന്തോ ചെടിയാണ് കായ് അറിയില്ല, പേര് അറിയില്ല. ഇത് ഇവിടെ അതിനെ മൾബറി ആക്കുന്ന പരിപാടിയിലാണ്. വാവ്, നമുക്ക് തൊടാൻ പറ്റും തോന്നുന്നു. ഇറങ്ങും ചെയ്യാം. വെറുതെ ഇങ്ങനെ ആ മീനുണ്ട്. അതാ മീന്. ഇവിടെ അവര് കണ്ട ചീത്ത പറയോ? വെറുതെ റിസ്ക് എടുക്കണ്ട. ഇത് കെട്ടിക്കണ വെള്ളല്ലേ, കെട്ടി നിക്കണ വെള്ളല്ലേ ഇത്, ഒഴുക്കില്ലല്ലോ. പിന്നെ ചെറുപ്പിച്ചിന്റെ കളിയാക്കിയില്ലേ. പൊരിക്ക് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടല്ലോ. അതെ, വെള്ളത്തിനാണ് പച്ചവെള്ളം. ഇവിടെ വെള്ളം അടുത്ത് മീന് നോക്കിട്ടോ. See, so beautiful. തുമ്പിന്റെ പാട്ടിന് പോയി. ഇത് വേറെ വെള്ളപ്പൂക്കൾ കണ്ടോ, വേറെ വെള്ളപ്പൂക്കൾ. കാട്ടുചെമ്പകം പൂത്തില്ല, അത് തേൻ കുടിക്കുന്ന തേനീച്ച. വേട്ടാളന പുല്ലുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. കാരണം ഇവിടെ മഴ കുറവല്ലേ, അപ്പോൾ പുല്ലുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടെടുത്താണ്. അവർ എല്ലാത്തിനും സ്നേഹിക്കുന്നു. ഈ നാട് അങ്ങനെയാണ്. പ്രൗഡ് ഓഫ് UAE. വേറെ ഒരു ചെടി, ഇറ്റ്സ് ലൈക്ക് ബൊക്കെ, ഫ്ലവർ ബൊക്കെ. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. ഇതിന് നേരെ വെള്ളം കൊണ്ട് പോവണ്ട, അതിന് നേരെ വെള്ളം കൊണ്ട് പോവാം. ഇത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഇല്ല, മുകൾക്ക് നമുക്ക് കയറി ട്രക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ട്രക്ക് ചെയ്യുന്നില്ല. നോട്ട് ഏബിൾ ടു ട്രക്ക്. ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ, കുഴപ്പമില്ല. അവിടെ കുറെ മാളങ്ങള്, ഗുഹ. നമുക്ക് ഇതിനടി കൂടെ ഇറങ്ങിയിട്ട് അവിടെ വെള്ളം കിട്ടാനുണ്ടാവും. അതൊക്കെ ഇത് കൂടെ ഇറങ്ങി നമുക്ക് അവിടെ വെള്ളം കിട്ടും. എന്നാ പോവാം, വരൂ. ഒരു ഗുഹ പോലെ അവിടെ എവിടെ ഒരു ഗുഹയാണ്. ഇവിടെ ഒരു ഗുഹ ഉണ്ട്, ഇവിടെ ഒരു ഗുഹ ഉണ്ട്. ഒരു മാൻമെയ്ഡ് പോലെ, അതായത് നമ്മള് അവിടെ ഒരു താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പോലെ ഒരു ഗുഹകള്, ഒരുപാട് ഗുഹകളുണ്ട് ഉണ്ടാവും അങ്ങനെ. സോ ബ്യൂട്ടിഫുൾ. നമുക്ക് ട്രക്ക് ചെയ്ത് പോവാം. ബട്ട് നമുക്ക് ഇതിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് വയ്യ, സുഖമില്ല.
ടണല്. സോ ഹ്യൂജ്. അങ്ങനെ ഒരു വഴി ഉണ്ടാവും ലൈറ്റ് പറഞ്ഞാലല്ലേ സർ, ലൈറ്റ് ലൈറ്റ് ലൈറ്റ്സ്. ഓൾമോസ്റ്റ് എത്താനായി തോന്നുന്നത്, കാരണം യെസ്. ഞങ്ങള് ക്യാമറ കണ്ട വേഗം കണ്ടു. ചുണ്ടേണ്ണി ചുണ്ടേണ്ണി മാമിയുടെ ചുണ്ടേണ്ണി. ക്യാമറ കണ്ടാണ് കേട്ടോ. വീടെടുക്കുമ്പോഴൊക്കെ നിർത്തുന്നുണ്ട്. ഇത് നമ്മള് കണ്ടിരിക്കണ ഈ സ്ഥലത്താ തോന്നുന്നു. മതിയാ ഓടിച്ചു കഴിഞ്ഞാ ലൊക്കേഷനിൽ എത്തിയ ഞങ്ങള്. ഇനി ഞാൻ ഇറങ്ങട്ടെ. അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മളെ ഇത് വാട്ടർഫോൾസ് കാണാൻ വന്നിക്കാണ്. ഞാൻ ആ തൊപ്പില്ലാതെ നടക്കൂലട്ടാ. ആ പക്ഷേ വെയിലിന്റെ ടൈമല്ലേ, അങ്ങനെ നമ്മള് വാട്ടർഫോൾസ് കണ്ടു ഗൈസ്. ഇവിടെ നല്ല എന്തൊക്കെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സ്മോൾ ആവൂല. പോയി കാണാം. കുട്ടി കാക്ക അവിടെ ഇറങ്ങാൻ പാടില്ല. നല്ല അടിപൊളി വ്യൂ ഉണ്ട്. നമ്മള് നേരെ വണ്ടിയിലോട്ട് പോവാണ് ഗായ്സ്. ഒരു വണ്ടി മാത്രമാണ് എത്തിപ്പെടാൻ തന്നെ ഒരു ചടങ്ങാണ്. എത്തിപ്പെടാൻ തന്നെ ആ സാറ്റിലേക്ക് പോണോ അല്ലേ? നടന്നൂട് നടന്നൂട് എല്ലാരും നടന്നൂട്. കാക്ക നടക്ക്. അപ്പൊ നമ്മളിപ്പോ ലവ് ലേക്കിലാണ് ഗായ്സ്. നല്ല വെയിലാണ് ഗൈസ്. ഇപ്പോൾ ടൈം ഉച്ചക്ക് 1:30 ഈ ടൈമിലൊന്നും ആരും വരരുത്. ഞങ്ങളെ പോലെ പൊട്ടന്മാർ മാത്രമേ വരുള്ളൂ. അല്ല ഇവിടെ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ.
അടിപൊളി സ്ഥലമാണ്. ആക്ച്വലി ഞങ്ങളിവിടെ മൾബറി തപ്പിയിട്ട് ഇറങ്ങിയതാണ്. ഇതിൽ ലല്ലൂസിന് ഒരുപാട് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലല്ലൂസ് ഈ പാടം പുല്ലൊന്നും കാണാത്ത കാരണം അതൊക്കെ കാണാൻ ഓടുകയാണ്. ആ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. കമോൺ ലെറ്റ്സ് ഗോ. നോക്ക് കാക്കാസിനി, കാക്ക നോക്ക്. നമ്മളിത് ഇങ്ങനെ കയറി ഒരു ലവിച്ചിനുള്ള സ്ഥലത്തേക്ക് കയറും. ലല്ലൂസ് വന്നോട് നടന്നോട് വേഗം. ഏത് റോസ്മേരി? പൊട്ടന്മാര് ഏതൊക്കെയാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്? ഇതാണ് ലവിലേക്ക്. നമുക്ക് ഈ ഷേപ്പ് ശരിക്കും കാണാൻ പറ്റൂല. അടിപൊളി സ്ഥലങ്ങളാണ്. ലല്ലൂസ് അതല്ല റൂട്ട്. ആ വഴി മാറി. ഇവിടെ ഇങ്ങനെ ടെന്റ് സ്റ്റേ ചെയ്യൊക്കെ നമുക്ക് ഇവിടെ അടിപൊളി. ഇത് ആക്ച്വലി ഒരു ഹാർട്ട് ഷേപ്പിലാണ്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇത് ഡ്രോൺ വെച്ചൊക്കെ കാണുകയാണെങ്കിൽ നന്നായിട്ട് കാണാം. ആ ലല്ലൂസാണ്, കിളിയല്ല. കണ്ട് നമുക്കിങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും. അതാകുമ്പോ നമുക്ക് ഫാൽക്കണും കാണാം. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കൂടി. ഇതൊന്നും മൾബറി അല്ല, ഇത് റോസ്മേരി അല്ല. റോസ്മേരിന്റെ ഇല ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെ. പക്ഷെ ഒരു ചെറുതാണ്. ഇത് ലവ് ലേക്കിന്റെ വേറൊരു എൻട്രൻസ് ആണ് ഗൈസ്. ഇവിടെ അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനത്തെ കുറെ വിടല്ലേ. ലല്ലൂസ് മെല്ലെ പോ. ലല്ലൂസ് എൻട്രി ആയി ഗൈസ്. ആ പോവിടെ. ലല്ലൂസ് സ്റ്റക്കായി. നടക്ക്. നിങ്ങളെല്ലാരും എന്താ പോവാത്ത? കാക്കോടെ കാക്കുമായി വേഗം. അടിപൊളിയാണ്. ഇവിടെ നമുക്കിങ്ങനെ ഇതിലിങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെ ഉണ്ട്. പക്ഷെ ഇപ്പം അതിൽ വെള്ളം കുറഞ്ഞുണ്ട്. ഇതിലിങ്ങനെ വന്ന് വീഴും. ഒക്കെ അടിപൊളിയാണ്. ഇത് വേറൊരു എൻട്രൻസ് ആണ് ഇതിൻ്റെ. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി ഫോട്ടോസ് കിട്ടും. അണ്ടോ ഈ വാട്ടർഫോൾസ് ഇതാണ്. വാട്ടർഫോൾസ് എല്ലാം ചെറുതായിട്ടുള്ള. നല്ല അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു എന്താ ഇത് ലവ് ലേക്ക് എന്ന് എഴുതിയിട്ടുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പള്ളി പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. കാക്ക ഇറങ്ങിയിട്ടില്ലല്ലോ. ഇവരിങ്ങനെ പോവാണ്. ഞങ്ങൾ ഇവിടെ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ലേഡീസ് നിസ്കരിക്കാനുള്ളതോ? ലേഡീസ് അലീഷ് കുത്തു ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോവാണ് ഉമ്മ. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളി കയറിയ വന്നതാണ്. ഇത് ലേഡീസിൻ്റെ പ്രയർ ഹാള്. അങ്ങനെ വന്നിട്ട് സിനിമ ലല്ലൂസ് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനൊരു വലിയൊരു പ്രയർ ഹാളാണ് കേട്ടോ. ലല്ലൂസ് ഞങ്ങളെ നിസ്കരിക്കാണ്ട്. ലല്ലൂസ് നിസ്കരിക്കാൻ പോവാ. എന്താ ലല്ലൂസ് നിസ്കരിക്കാൻ പോവാണ്. ലല്ലൂസിന്റെ പണിയാണ് ഇതൊക്കെ. ഇതൊക്കെ ഇവിടെ ഉള്ള നിസ്കാരം ശല്യം അതും ഇതൊക്കെ. പള്ളി വന്നിട്ട് ലല്ലൂസിന്റെ പണിയാണ് ഗൈസ് ഇതൊക്കെ.
നമ്മളെ നാളെ നാട്ടിൽ കാക്കൽ എൽസിനുണ്ടോ നാളെ ഇത് വീഡിയോ എടുത്തോ ആ ടിഷ്യൂ ബോക്സ് ഇവിടെ എന്തൊക്കെയുള്ള സ്ഥലം ഇവിടെ എന്തൊക്കെയുള്ള സ്ഥലം തോന്നുന്നത്. രസമുണ്ട് കാണാനില്ലേ ഇവിടെയൊക്കെ മയിലൊക്കെ ഉണ്ടോ മയിലും കുതിരൊക്കെ ഉണ്ട് അങ്ങനെ പോയിക്കോ. അവിടെ ചോട്ട് പ്ലേറ്റ് അവിടെ പ്ലേറ്റ് അവിടെ അത് മേടിക്കല്ലേ അത് മേടിക്കരുത് കേട്ടാ. പ്ലേറ്റ് മാറ്റി കൊടുക്കണ്ടിട്ട് ഇറ്റ്സ് വെരി ഫൈൻ കഴിക്കും അത് അവര് കോരിണ്ട് ഇത് ഇട്ടുണ്ടോ സ്റ്റീമിലാണ് മതി മതി മാറിക്കാക്ക മതി ഇനി എനിക്ക് റൈസ് ട്രൈ ഓക്കെ ഓക്കെ മതി മതി ബസ് ബസ് ഇത് രണ്ടും ആ സ്പൂൺ ഇടിക്കും സ്പൂൺ ഇത് ഇരിക്കണം അത് വേണ്ട കുഴപ്പമില്ല സ്പൂൺ എടുത്തോ ഞാൻ വെച്ചേരാ മാറി നിങ്ങൾ സ്പൂൺ എടുത്താ അതിക്ക് ഇടാൻ വേണ്ട അതിനാണ് സ്പൂൺ ഭയങ്കര ജ്യൂസിയാണ് നമ്മൾ കഴിച്ചോണ്ടിരിക്കും എനിക്കിത് കഴിക്കാൻ സൂപ്പർ സൂപ്പർ എന്നിട്ടില്ല ഈ തെണ്ടിതെന്താണ് ഇങ്ങോട്ട് പോകുന്നത്